വൈറ്റ് ഹൗസിൽ നിന്നും ജനം ട്രംപിനെ പുറത്താക്കി. ട്രംപിന് ശിഷ്ടജീവിതം ജയിലിലൊരുക്കി അമേരിക്കൻ ജനത. 2025 അന്ന് ഏകദേശം ഒരു 50% താഴെ മാത്രം അമേരിക്കക്കാരുടെ അംഗീകാരത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. എന്നാൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്താൻ വരെ അദ്ദേഹം എടുത്ത നിർണായക തീരുമാനം കാര്യങ്ങൾ മാറ്റിമറിക്കുകയായിരുന്നു. സത്യത്തിൽ 80% അമേരിക്കക്കാരും വിശ്വസിക്കുന്നത് ഇപ്പോൾ ട്രംപ് അമേരിക്കൻ ജനതയെ വഞ്ചിച്ചു എന്ന് തന്നെയാണ്. വൈറ്റ് ഹൗസിനെ കാത്തിരിക്കുന്ന യഥാർത്ഥ വെല്ലുവിളികൾ ഇതിലും വലുതാണ് എന്നുകൂടി പറയട്ടെ. ഇവിടെ ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനപ്രീതി ഏറ്റവും താഴേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പൂർത്തിയായ റോയിട്ടേഴ്സിൻ്റെ ഇപ്സോസ് പോൾ പ്രകാരം പറയുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അംഗീകാര റേറ്റിംഗ് അദ്ദേഹത്തിൻ്റെ നിലവിലെ പ്രസിഡന്റ് കാലാവധിയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം ഇറാനുമായിട്ടുള്ള അമേരിക്കൻ യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കുമെന്നും അത് ഉടൻ അവസാനിക്കില്ല എന്നും ബഹുഭൂരിപക്ഷം വരുന്ന അമേരിക്കക്കാരും അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികളാണ് നിലവിലെ ഭരണകൂടം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പുതിയ വോട്ടെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതികരിച്ചവരിൽ വെറും 33% പേർ മാത്രമാണ് ട്രംപിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രകടനത്തെ അംഗീകരിച്ചിട്ടുള്ളൂ. അതേസമയം 64% പേരും അദ്ദേഹത്തിൻ്റെ നയങ്ങളെയും പ്രകടനത്തെയും ശക്തമായിട്ട് എതിർക്കുന്നവരാണ്. ഈ മാസം ആദ്യം നടത്തിയ മറ്റൊരു വോട്ടെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ അംഗീകാര റേറ്റിംഗ് 35%. അതിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും ഇടിവുണ്ടായിരിക്കുന്നത്. 2017 ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ടേമിൽ രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഏറ്റവും താഴ്ന്ന റേറ്റിംഗുമായി നിലവിലെ ഈ സ്ഥിതി ഇപ്പോൾ തുല്യമായി മാറിയിരിക്കുകയാണ്. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ വർഷം അതായത് 2025 പകുതിയിൽ താഴെ അമേരിക്കക്കാരുടെ മാത്രം അംഗീകാരത്തോടു കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെ ആക്രമണം നടത്താൻ എപ്പോഴാണോ ട്രംപ് തീരുമാനമെടുത്തത് ആ എടുത്ത നിർണായകമായുള്ള കാര്യങ്ങൾ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷം കൈക്കൊണ്ട ആ സൈനിക നടപടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്ഥാനത്തെയും ഭരണപരമായിട്ടുള്ള സുസ്ഥിരതയും ഒക്കെ വലിയ രീതിയിൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ ഏകദേശം 1/5 ഭാഗത്തെ ഈ സംഘർഷം നേരിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ പെട്രോൾ വില കുത്തനെ ഉയരാനും സാധാരണക്കാരായിട്ടുള്ള അമേരിക്കൻ കുടുംബങ്ങളുടെ മേൽ വലിയ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുവാനും കാരണമാകുന്നു. അപ്പോൾ വരാനിരിക്കുന്ന നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ തങ്ങളുടെ ഭൂരിപക്ഷം ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ട്രംപിനും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾക്കും ഈ സാമ്പത്തിക ആഘാതം വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. രാജ്യം നേരിടുന്ന പണപ്പെരുപ്പം ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും വിദേശങ്ങളിലെ നീണ്ടു നിൽക്കുന്ന അനാവശ്യ സൈനിക സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ട്രംപ് തൻ്റെ തിരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണ വേളയിൽ പ്രധാനമായിട്ടും വാഗ്ദാനം നൽകുകയാണ്. ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുമെന്നൊക്കെ അദ്ദേഹം ആദ്യം ആളുകളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയും എതിർപ്പുകളും തുടരുകയും ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള യഥാർത്ഥ വ്യാപാര തടസ്സങ്ങൾ ആഗോള എണ്ണ വിപണിയെ പൂർണ്ണമായിട്ട് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തതോടെ സ്ഥിതി മാറിമറിഞ്ഞു. പോരാട്ടം തണുത്തതായി ചില ഔദ്യോഗിക സൂചനകൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, അതായത് റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ പ്രകാരം 87% ഡെമോക്രാറ്റുകളും 71% റിപ്പബ്ലിക്കന്മാരും ഉൾപ്പെട്ട മൊത്തം 80% അമേരിക്കക്കാരും വിശ്വസിക്കുന്നത് ഇറാനിലെ ഈ അമേരിക്കൻ ഇടപെടൽ വളരെ കാലം തുടരുമെന്നാണ്. ഈ സംഘർഷം എന്ന് പറയപ്പെടുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറും 16% പേർ മാത്രമാണ്. അതായത് ഈ ഓഗസ്റ്റ് 14 ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ നടന്ന ഒരു രാഷ്ട്രീയ റാലിയിൽ സംസാരിക്കുമ്പോൾ ട്രംപ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഭീമമായ ചെലവുകളെ പരസ്യമായിട്ട് ന്യായീകരിക്കുകയുണ്ടായി. വളരെ ദുഷ്ടമായിട്ടുള്ള ഒരു രാജ്യം ആണവായുധം സ്വന്തമാക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കാറിലെ പെട്രോളിന് ഒരല്പം കൂടുതൽ പണം നൽകേണ്ടി വരുന്നത് വലിയ കാര്യമൊന്നുമല്ല എന്നായിരുന്നു ട്രംപിൻ്റെ വാദം. ഇറാൻ ആണവായുധം നേടുന്നത് എന്തുകൊണ്ടും അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും തടയുക എന്നതാണ് ഈ സൈനിക നടപടിക്ക് ട്രംപ് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത്. സംഘർഷത്തിലുടനീളം കൂടുതൽ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ നൽകുന്നതിനൊപ്പം തന്നെ
സമാധാന കരാർ അടുത്താണ് എന്ന പ്രസ്താവനകളുമൊക്കെ ട്രംപ് മാറി മാറി നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും യുദ്ധത്തിനുള്ള പൊതുജന പിന്തുണ വളരെ പരിമിതമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വോട്ടെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ റോയിട്ടേഴ്സിൻ്റെ കണക്ക് പ്രകാരമാണ് നിലവിലുള്ള ഈ യുദ്ധം എന്തുകൊണ്ടും വിലപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നത് അമേരിക്കക്കാരിൽ 5-ൽ 1 മാത്രമാണ്. അതേസമയം റിപ്പബ്ലിക്കന്മാരിൽ പകുതി പേർ മാത്രമേ ആ അനുകൂല വീക്ഷണം പങ്കുവെക്കുന്നുള്ളൂ. നവംബർ 3 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങുമ്പോൾ ഈ സംഘർഷവും പെട്രോൾ വിലയിലുണ്ടായിട്ടുള്ള വൻ വർധനവും റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു എന്നുള്ള കാര്യം. കോൺഗ്രസിൻ്റെ ഇരുസഭകളിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുമെന്ന കാര്യത്തിലും ഡെമോക്രാറ്റുകൾ ഇപ്പോൾ കൂടുതൽ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട്. എങ്കിലും ഹൗസിലെ തങ്ങളുടെ ഇടുങ്ങിയ ഭൂരിപക്ഷം നിലനിർത്തുന്നതിൽ ആ പാർട്ടിക്ക് ഇപ്പോഴും കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയിലുള്ളത്. സാമ്പത്തിക ആശങ്കകളാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം. ഈ മാസം റോയിട്ടേഴ്സ് നടത്തിയ മറ്റൊരു വോട്ടെടുപ്പിൽ ഏകദേശം 1 ദശാബ്ദത്തിനിടെ കണക്കുകൾ പരിശോധിച്ചാൽ ആദ്യമായിട്ട് സാമ്പത്തിക മാനേജ്മെൻറ്റിൽ റിപ്പബ്ലിക്കന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ ഇഷ്ടപ്പെടുന്നത് ഡെമോക്രാറ്റുകളെയാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ ഏറ്റവും പുതിയ സർവേയിൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയപ്പെടുന്നത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഡെമോക്രാറ്റുകൾ വിജയിക്കുമെന്ന് 38% വോട്ടർമാർ അഭിപ്രായപ്പെട്ടപ്പോൾ റിപ്പബ്ലിക്കൻ സമീപനത്തെ അനുകൂലിച്ച് 35% പേർ മാത്രമാണ് അതിനോടൊപ്പം ചേർന്നത് എന്നുള്ളത്. അപ്പോൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ഫലപ്രദമായിട്ട് പരിഹരിക്കുവാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കൂടുതൽ സജ്ജമെന്ന് എല്ലായ്പ്പോഴും അങ്ങനെ ചോദിക്കുമ്പോഴും ഡെമോക്രാറ്റുകൾക്ക് തന്നെയാണ് മുൻതൂക്കം ലഭിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അതേസമയം കുടിയേറ്റ നയങ്ങൾ റിപ്പബ്ലിക്കന്മാർക്ക് ഇപ്പോഴും ചെറിയ തോതിൽ മുൻതൂക്കം നൽകുന്ന ഒരു മേഖലയായി തുടരുന്നുണ്ട്. എങ്കിലും ട്രംപിൻ്റെ നിലവിലെ ഭരണകാലത്ത് ആ ലീഡ് ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ഏകദേശം 40% പേർ മാത്രമാണ് കുടിയേറ്റ നയത്തിൽ റിപ്പബ്ലിക്കന്മാർ മികച്ച സമീപനം പുലർത്തുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത്. ഡെമോക്രാറ്റുകളെ അനുകൂലിച്ച് 38% പേരാണ് അത്തരത്തിൽ പറയുന്നത്. ട്രംപിൻ്റെ നിലവിലെ പ്രസിഡന്റ് കാലയളവിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചെറിയ 2 പോയിൻ്റ് റിപ്പബ്ലിക്കൻ മുൻതൂക്കമാണിതെന്ന് പറയേണ്ടി വരുന്നത്. എന്നാൽ 2025 ജനുവരിയിൽ ഈ നിർണായകമായിട്ടുള്ള വിഷയത്തിൽ റിപ്പബ്ലിക്കൻകാർക്ക് 26% പോയിൻ്റ് വലിയ മുൻതൂക്കമുണ്ടായിരുന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷേ അമേരിക്കയിൽ ആകെയുള്ള 1166 മുതിർന്ന പൗരന്മാരുടെ ഇടയിൽ ഓൺലൈനായി നടത്തിയ വോട്ടെടുപ്പിലാണ് ഈ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകളെല്ലാം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിശകളിലുമായിട്ട് ഏകദേശം 3% പോയിൻറ്റുകളുടെ പിശക് സാധന എന്ന് പറയപ്പെടുന്ന ഈ സർവേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഭാരവും സാമ്പത്തിക ഞെരുക്കവും അമേരിക്കൻ ജനതയുടെ രാഷ്ട്രീയ ചിന്തകളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ചിത്രമാണ് ഈ കണക്കുകൾ നമുക്ക് നൽകുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഈ ജനവികാരം എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നത് ലോകരാഷ്ട്രങ്ങളും അതീവ ഉത്കണ്ഠയോടെയും കൗതുകത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ ജനത്തിന് മുമ്പിൽ വലിയ വിലയൊന്നുമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ വൈറ്റ് ഹൗസിൽ നിൽക്കുന്ന ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു 30% താഴേക്ക് അദ്ദേഹത്തിൻ്റെ നിലവാരം മാറുന്നു, അല്ലെങ്കിൽ ജനപ്രീതി ഇടിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെയ്തികൾ, യുദ്ധം, ഇപ്പോൾ ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും നടക്കുന്ന യുദ്ധം ഒരു അനിവാര്യത അല്ലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു യുദ്ധം തുടങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നും അനവസരത്തിലെ യുദ്ധത്തെ ഭൂരിപക്ഷം വരുന്ന അമേരിക്കക്കാർ എതിർക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് വൈറ്റ് ഹൗസിൽ നിന്നും ജനം ട്രംപിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. ട്രംപിന് ശിഷ്ടജീവിതം ജയിലിലൊരുക്കി കൊടുക്കുവാൻ അമേരിക്കൻ ജനത തയ്യാറെടുത്തതും ഇത്തരത്തിലുള്ള അനവസരത്തിലുള്ള ട്രംപിൻ്റെ ചില തീരുമാനങ്ങളിൽ മാത്രമാണ്.